ഒരു പ്രാവശ്യം ഈ ഉള്ളിച്ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കൂ, പിന്നെ ഈ സാധാരണ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാൻ തോന്നത്തേയില്ല. വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് അത്യന്തം രുചികരമായ ഒരു ചമ്മന്തിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിന്റെ ഒരു ചെറിയ സീക്രട്ട് അവസാനം ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കാണണേ. എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായി എന്നെ സ്നേഹിക്കുകയും എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഉള്ളിച്ചമ്മന്തിയാണ്. ചോറിനും കഞ്ഞിക്കും ദോശയ്ക്കും ഇഡലിക്കും ചപ്പാത്തിക്കും ഒക്കെ അതിഗംഭീര കോമ്പിനേഷനാണിത്. ആദ്യം ഒരു പാൻ നന്നായി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 സവോള ചെറുതായി സ്ലൈസ് ചെയ്ത് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഉള്ളി പതുക്കെ ട്രാൻസ്പെറന്റ് ആകുന്നത് വരെ വഴറ്റിയാൽ മതി. നമ്മൾ പാൻ മൂടിയൊന്നും വെച്ച് വഴറ്റരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ആവി വെള്ളമൊക്കെ വീണിട്ട് നമ്മുടെ ഉള്ളിച്ചമ്മന്തിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പൊ നമ്മളിങ്ങനെ പാൻ മൂടി വെക്കാതെ ഇങ്ങനെ തുറന്നു വെച്ച് തന്നെ നമ്മളിങ്ങനെ അതിനെ സോട്ട് ചെയ്ത് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ കുറച്ച് ക്ഷമ വേണം കേട്ടോ, ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. പെട്ടെന്ന് ആയിക്കോളും, നമ്മുടെ സ്റ്റീലിന്റെ പാത്രം കൂടെ ആയതുകൊണ്ട് അത് പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഈ ചമ്മന്തിയിൽ നമ്മൾ വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. ഈ സമയത്ത് ഒരു 10-15 ചുമന്നുള്ളി അഥവാ ഷാലറ്റ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ തന്നെ ഗാർഡനിൽ നിന്ന് വിളവെടുത്ത ചെറിയ ഉള്ളിയാണ്. ഇതൊക്കെ സ്വന്തം ഗാർഡനിൽ നിന്ന് പറിച്ചുപയോഗിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല ഫ്രഷ് ആയതിനാല് രുചിയും വേറെ ലെവലായിരിക്കും. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ട് ട്രാൻസ്പെറന്റ് ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഉള്ളി വഴറ്റുമ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റാൻ നോക്കുക. ഉള്ളി ഒട്ടും കരിഞ്ഞു പോകരുത്. ഒരുപാട് അങ്ങ് ബ്രൗൺ നിറമാകുകയും വേണ്ട. അപ്പൊ നമ്മുടെ ഉള്ളിച്ചമ്മന്തിക്ക് ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ടാണ് നമ്മൾ മീഡിയം ഹീറ്റിലിട്ട് ഇത് വഴറ്റിയെടുക്കണം എന്ന് പറയുന്നത്. ഇപ്പം ചെറിയ ഉള്ളിയും കൂടെ ട്രാൻസ്പെറന്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ വീണ്ടും അതൊന്നുകൂടെ സോട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇതുവരെ നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. സാധാരണ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഉള്ളിയിൽ ഉപ്പ് ചേർത്തിട്ടാണ് വഴറ്റുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ഇനിയാണ് ഉപ്പ് ചേർക്കാൻ പോകുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നീട് നമുക്ക് അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി എല്ലാം കൂടെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആയി എടുക്കുന്നതാണ് ഈ ചമ്മന്തിയുടെ രുചിയുടെ പ്രധാന രഹസ്യങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് ഈ ഘട്ടം ഒട്ടും തിരക്ക് കൂടാതെ സമയമെടുത്ത് തന്നെ വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ചമ്മന്തിയിൽ മുഴുവൻ വറ്റൽമുളക് ചേർക്കുന്നില്ല. കാരണം ഓരോ വറ്റൽമുളകിന്റെ എരി വ്യത്യാസമായിരിക്കും. അപ്പൊ ഞാനൊരു അളവ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എരിവ് കൂടി പോവും അല്ലെങ്കിൽ കുറഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുളക് പൊടി വെച്ചാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതാവുമ്പം എനിക്ക് കൃത്യമായിട്ട് അളവ് പറഞ്ഞു തരാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്നു വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ആയിക്കോട്ടെ. ആ സമയത്താണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. നാട്ടിലാണെങ്കിൽ ഇപ്പൊ നല്ല മഴയല്ലേ. അപ്പൊ ഈ സമയത്ത് രാത്രി കഞ്ഞിയുടെ കൂടെ ഈ ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടെങ്കിൽ സ്വർഗമാണ് മക്കളെ. അതുപോലെ തന്നെ നമ്മുടെ കപ്പയുടെ കൂടെ, കപ്പപ്പുഴുക്കിന്റെ കൂടെയൊക്കെ ഇത് അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇപ്പൊ നമ്മുടെ ഉള്ളിയും സവോളയൊക്കെ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചാൽ നല്ല നിറവും അതുപോലെ മിതമായ എരിവുമായിരിക്കും. അപ്പൊ ഇനി തീ വളരെ കുറച്ച് ഏകദേശം 5 മിനിറ്റ് പൊടി പതുക്കെ റോസ്റ്റ് ചെയ്യണം. ഈ സമയം തീ കൂടി പോകരുത്, ഇല്ലെങ്കിൽ മുളക് പൊടിയുടെ രുചി മാറിപ്പോകും. എരിവ് ഒത്തിരി വേണം എന്നുള്ളവർക്ക് 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാവുന്നതാണ്. അഥവാ ഇനി നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടി മാത്രമേ ഉള്ളൂ എങ്കിൽ ഇത്രയും ഉള്ളിക്ക് 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പൊ മുളക് പൊടിയുടെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട്. ആ സമയത്ത് നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു വാളംപുളിയും ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ഒഴിവാക്കരുത്. നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ആരോഗ്യ കാരണങ്ങളാൽ മധുരം കഴിക്കാൻ പറ്റില്ലെങ്കിൽ മാത്രം അത് ഒഴിവാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ മിശ്രിതം തണുത്ത് കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അധികം അരഞ്ഞു പോകരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ.
അപ്പോൾ ഇതാണ് നമ്മുടെ രുചികരമായിട്ടുള്ള ഉള്ളിച്ചമ്മന്തി. ഇത് ഇന്നിപ്പോ ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത ആമ്പലിന്റെ ഇലയിലേക്കാണ് കേട്ടോ. പ്രകൃതിയുടെ ഒരു ചെറിയ സ്പർശം കൂടി ആവുമ്പോൾ ഭക്ഷണത്തിനും ഒരു പ്രത്യേക ഭംഗി ലഭിക്കുമല്ലോ. ഈ നിറവും ടെക്സ്ചറും കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്നില്ല. ഇന്നത്തെ ഈ വ്യത്യസ്തമായ ഉള്ളിച്ചമ്മന്തി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുകയും വേണം. ഇനിയും ഇത്തരം രുചികരമായ കേരള വിഭവങ്ങളും എൻ്റെ ഗാർഡനിലെ വിശേഷങ്ങളും ആരോഗ്യകരമായ റെസിപ്പികളും കൊണ്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.